നഹ്മദുഹു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് പേരെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ മക്കളെ, നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ സ്നേഹിക്കാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. നാം എങ്ങനെയാണ് ഹബീബായ തങ്ങളെ സ്നേഹിക്കേണ്ടത്? എങ്ങനെയാണ് ആ മുത്ത് റസൂലിനെ നമ്മുടെ കൽബിൽ ഇഷ്ക് വെക്കേണ്ടത്? അത് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലുള്ള അവന്റെ കൽബിൽ വരുന്ന സ്നേഹം അത് യുക്തിക്ക് അതീതമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം സ്നേഹപ്രകടനങ്ങൾ, ചിലരുടെ സ്നേഹം കരച്ചിലൂടെയായിരിക്കാം, ചിലർ വല്ലാത്ത സന്തോഷം മുഖത്ത് കാണാം, ചിലര് വല്ലാത്ത ദുഃഖത്തിലിരിക്കുന്നത് കാണാം. ഓരോരുത്തരുടെയും സ്നേഹപ്രകടനങ്ങൾ പല രൂപത്തിലാണ്. എങ്ങനെയായിരുന്നു സഹാബാക്കൾ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചത്? അതിൽ ഹബീബായ തങ്ങളുടെ ഉറ്റ സുഹൃത്തായിരുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ റസൂലിനെ എത്രമാത്രം സ്നേഹിച്ചു. എല്ലാ സന്ദർഭത്തിലും തന്റെ ഉറക്കത്തിലും ഉണർച്ചയിലും ഹബീബായ തങ്ങളായിരുന്നു മഹാനവറുകളുടെ കൽവിലുണ്ടായിരുന്നത്. ഒരിക്കൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗം ബാധിച്ച്, പനി ബാധിച്ച് കിടക്കുകയാണ്. മരിദൽ ഹബീബു ഫഉത്തുഹു, ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനിയാണ്. മരിദൽ ഹബീബു ഫഉത്തുഹു, അങ്ങനെ ആ ഹബീബിനെ കാണാൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പോവുകയാണ്. ഫമരിദ്തു മിൻ നസഫി അലൈ, ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗം ബാധിച്ച്, പരിബാധിച്ചു, വല്ലാത്ത സങ്കടത്തിൽ കിടക്കുന്നത് കണ്ടിട്ട് ഫമരിദ്തു മിൻ നസഫി അലൈ, ഹബീബായ തങ്ങളുടെ രോഗം കാരണം ഈ അബൂബക്കറിന് പനി ബാധിച്ചു പോയി. ഫശുഫിയൽ ഹബീബു ഫസാറനി, അങ്ങനെ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പനി മാറുകയും രോഗം മാറുകയും വിഷമം മാറുകയും ചെയ്തപ്പോ അറിഞ്ഞു ഹബീബായ തങ്ങൾ തന്റെ ഉറ്റ സുഹൃത്തായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പനി ബാധിച്ചു കിടക്കുകയാണ്. നബിയും സഹാബാക്കളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ വരികയാണ്. ശുഫിയൽ ഹബീബു ഫസാറനി, ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗം മാറി എന്നെ സന്ദർശിക്കാൻ വന്നപ്പോ ഫശുഫീതു മിൻ നദരി ഇലൈ, ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ വന്ന് കണ്ടപ്പോൾ എന്റെ പനി, എന്റെ രോഗം, എന്റെ ബുദ്ധിമുട്ട്, എന്റെ ആവലാതി മാറിയെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് നമ്മൾ ഹദീസുകളിൽ നമ്മൾ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ ഇത്തിബാ ചെയ്യണം എന്നതിൽ ഒരിക്കലും ഹബീബായ തങ്ങൾ പറയുന്നില്ല ഞാൻ രോഗം ബാധിച്ചു കിടക്കുമ്പോൾ നിങ്ങൾ പനി ബാധിക്കണം, നിങ്ങൾക്കും അസുഖം വരണം എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, സഹാബത്തിന് ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം ഇത്രമാത്രമായിരുന്നു. ഹബീബായ തങ്ങൾക്ക് മുത്ത് റസൂലിന് പനി ബാധിക്കുമ്പോൾ, അസുഖം ബാധിക്കുന്ന സഹാബത്ത്